തിരുവനന്തപുരം സൂവിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അത് ആനിമൽസിൻ്റെ കുറേ കാഴ്ചകളാണ്. ആനിമൽസ് മാത്രമല്ല, ബേഡ്സ് ഉണ്ട്, ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, അക്വേറിയം ഉണ്ട്, ചരിത്ര മ്യൂസിയം ഉണ്ട്. അങ്ങനെ കുറേ കാഴ്ചയുണ്ട് നമ്മുടെ ഈ സൂവിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ സൂ ആണ് തിരുവനന്തപുരത്തെ സൂ. എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ, മുതിർന്നവർ, കുട്ടികൾ, അങ്ങനെ പലർക്കും പല ഫീസാണ് എൻട്രി ഫീസായിട്ടുള്ളത്. അക്വേറിയത്തിലും ചരിത്ര മ്യൂസിയത്തിലും ഒന്നും ഞാൻ കയറിയില്ല. സൂവിൽ പക്ഷിമൃഗാദികളെ കണ്ട് തന്നെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മൃഗങ്ങളുടെ അടുത്ത് അവരുടെ പേരുകളും ഡീറ്റെയിൽസും എല്ലാം രേഖപ്പെടുത്തിയ ചെറിയ ചെറിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ചെറിയ ബൊട്ടാണിക്കൽ ഗാർഡനും ഉണ്ട്. അതായത് നമ്മൾ ഈ നടന്നു പോകുന്ന വഴി സൈഡിലെല്ലാം ഉള്ള ട്രീസും പ്ലാന്റ്സും ഒക്കെ അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നല്ല ചൂട് കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ആനിമൽസൊക്കെ അതിന് കുറച്ച് വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അതിന് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്നിടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വളരെ കുറച്ച് ആനിമൽസിനെ മാത്രമേ ഈ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. സിംഹമൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ്. ഇനി കൂട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരാതെ ഒളിച്ച് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് കറങ്ങുന്ന ആൾക്കാരും ഉണ്ട്. ഇത് നമ്മുടെ നാഷണൽ ആനിമലാണ് കേട്ടോ, ബംഗാൾ ടൈഗറാണ് ഈ കിടക്കുന്നത്. അതുപോലെ ചീറ്റയൊക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നത് കാണാം. ടൈഗറും അങ്ങനെ തന്നെയാണ്. അങ്ങനെ